ശ്രീലങ്കയുടെ ഔദ്യോഗിക തലസ്ഥാന നഗരമാണ് ശ്രീ ജയവർദ്ധനപുര കോട്ട. കോട്ട എന്നും അറിയപ്പെടും. ശ്രീലങ്കൻ പാർലമെൻറ്റ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. അവിടെ ദിയാവന്ന ഓയ എന്നറിയപ്പെടുന്ന ഐലൻഡിലാണ് പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. കൊളംബോയിൽ നിന്നും 16 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാൽ അവിടെ എത്തിച്ചേരാം. പേട്ട ബസ് സ്റ്റേഷനിൽ നിന്നും 171 നമ്പർ ബസ്സുകളാണ് അതുവഴി കടന്നു പോകുന്നത്. ഞാനിപ്പോൾ 171 നമ്പർ ബസ്സിലാണ് ഇരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. പാർലമെൻറ്റിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നറിയാം. എങ്കിലും കെട്ടിടവും പരിസരവും ഒക്കെ കാണാമല്ലോ എന്ന് കരുതിയാണ് പോകുന്നത്. ഞാൻ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ പാർലമെൻറ്റ് സന്ദർശിക്കുക പതിവാണ്. എല്ലാ രാജ്യങ്ങളിലും മുൻകൂട്ടി റിസർവ് ചെയ്താൽ പാർലമെൻറ്റ് ടൂർ ഫ്രീ ആയിട്ട് അവിടുത്തെ ഒരു ഗൈഡിൻ്റെ സഹായത്താൽ കയറി കാണാം. അതിഭയങ്കരമായ സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷമായിരിക്കും നമ്മെ കടത്തിവിടുക. അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടതെന്നാണ് കണ്ടക്ടർ പറയുന്നത്. അവിടെ ഇറങ്ങിയിട്ട് വേണം പാർലമെൻറ്റ് ഹൗസിലേക്ക് 1 കിലോമീറ്റർ ദൂരം നടന്നു പോകേണ്ടത്. കൊളംബോയിൽ നിന്നും 66 ശ്രീലങ്കൻ ഡോളർ ആയിരുന്നു ടിക്കറ്റ് ചാർജ്. കണ്ടക്ടർ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടെ കാണുന്ന ജംഗ്ഷനാണ് ശ്രീ ജയവർദ്ധനപുര കോട്ട. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. ട്രാഫിക് സിഗ്നലും സ്പീഡ് ക്യാമറയും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. പാർലമെൻറ്റ് പരിസരം ആയതുകൊണ്ട് നല്ല വൃത്തിയും വെടുപ്പും ഉള്ള സ്ഥലം. ഈ ജംഗ്ഷനിൽ തന്നെ ഇടതുവശത്തായി കാണുന്ന ഭാഗത്ത് ഒരു ചെറിയ പാർക്ക് പോലെയുണ്ട്. പാർലമെൻറ്റ് റോഡിലേക്ക് നടന്നു കയറാൻ വേണ്ടി ഇൻ്റർലോക്ക് ഇട്ട വഴിയുണ്ട്. കുറച്ച് മുളകളും മുളങ്കൂട്ടങ്ങളുമുണ്ട്. ഫുട്പാത്ത് വഴി കറങ്ങിയും പോകാം. ഫുട്പാത്തിൻ്റെ വശത്ത് പുൽത്തകടിയും അവിടെ കുറച്ച് ആൾക്കാർ കൂട്ടത്തോടെ നിൽക്കുന്ന ഗോൾഡൻ പ്രതിമയും കാണാം. ആരാണ് ഇവരൊക്കെ എന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. സാധാരണയായി 2 കിലോമീറ്റർ ഒക്കെ ദൂരം മാത്രമേ ഉള്ളുവെങ്കിൽ ഞാൻ നടന്നു പോകാറാണ് പതിവ്. നടക്കാൻ ശ്രമിച്ചെങ്കിലും വെയിലും ചൂടും കാരണം നടന്നില്ല. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പിക്മി ആപ്പ് ഉപയോഗിച്ച് ഓട്ടോ ടാക്സി ബുക്ക് ചെയ്തുവെങ്കിലും ക്യാൻസലായി. വീണ്ടും ബുക്ക് ചെയ്തപ്പോഴും ഓട്ടോ വരാൻ വൈകുകയും പിന്നീട് ക്യാൻസലാകുകയും ചെയ്തു. ശ്രീലങ്കയിൽ പിക്മി ആപ്പ് ഉപയോഗിച്ചോ ഊബർ ആപ്പ് ഉപയോഗിച്ചാണ് ടാക്സി വിളിക്കേണ്ടത്. അതാണ് അവിടുത്തെ ഓതറൈസ്ഡ് ആപ്പുകൾ. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ പാർക്ക് ചെയ്തിരുന്ന ലോറിയും ഒപ്പം ഡ്രൈവറെയും തൊഴിലാളികളെയും കാണുന്നത്. ഞാൻ ഇക്കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. ടാക്സി വരാത്തതിൻ്റെ കാരണവും തിരക്കി. 3 കിലോമീറ്റർ അകലെ നിന്നാണ് ടാക്സി വരേണ്ടതെന്നും ഞായറാഴ്ചയാണെങ്കിലും ട്രാഫിക് ഉണ്ടെന്നും അതുപോലെ നിങ്ങൾക്ക് 1 കിലോമീറ്റർ ദൂരമല്ലേ സഞ്ചരിക്കേണ്ടതുള്ളൂ, അപ്പോൾ ചാർജും കൂടുതലാകുമല്ലോ, അതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് ലോറി ഡ്രൈവർ പറഞ്ഞു. ഞങ്ങൾ പാർലമെൻറ്റ് റോഡ് വഴി പോവുകയാണെന്നും അവിടെ ഇറക്കി തരാമെന്നും പറഞ്ഞ് എന്നെയും കൂടി ലോറിയിൽ കയറ്റി. അങ്ങനെ യാത്ര ആരംഭിച്ചു. പാർലമെൻറ്റ് ജംഗ്ഷനിലെ സ്റ്റോപ്പിൽ എന്നെ ഇറക്കി. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് ഞാൻ നന്ദിയും പറഞ്ഞിറങ്ങി. അതൊരു കമ്പനി വക ലോറിയായിരുന്നു. ഇത് ശ്രീലങ്കൻ പാർലമെൻറ്റിലേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിൽ കൂടി നടക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് വഴി ഇവിടെയൊക്കെ നടക്കാം. പക്ഷേ പാർലമെൻറ്റ് ബിൽഡിംഗ് എനിക്ക് ഒന്ന് അപ്പുറത്തൊരു ലേക്കുണ്ട്. ലേക്കിൻ്റെ സൈഡിലാണ്. പക്ഷെ കാണാൻ പറ്റുമോ എന്തോ. ഈ വഴിയെ നടന്ന് നോക്കുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ ഗ്രൗണ്ട് വഴി പോകാൻ പറഞ്ഞു. പക്ഷേ എനിക്കൊന്ന് ഗ്രൗണ്ടിൽ ചെന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് പോകണം എന്ന് തോന്നുന്നു. അറിയാൻ വയ്യ. എന്തായാലും കുറച്ച് നടന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ശ്രീലങ്കൻ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയയാണ്. വൺ സൈഡ് വഴി റോഡ് പോകുന്നത്. ആ റോഡ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വയ്യ. തിരിച്ചു പോകണമെങ്കിൽ ഓട്ടോ വിളിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. ശ്രീ ജയവർദ്ധനപുര കോട്ടയിലെ ദിയാവന്ന ഓയ എന്ന് പറയുന്ന ഐലൻഡിലാണ് ശ്രീലങ്കൻ പാർലമെൻറ്റ് കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിക്കുന്നത്. ഗോൾഡ് ഫേസിൽ ആദ്യകാലം പ്രവർത്തിച്ചിരുന്ന പാർലമെൻറ്റിൻ്റെ സ്ഥലപരിമിതി മൂലമാണ് കോട്ടയിലെ ദിയാവന്ന ഓയ ഐലൻഡിൽ 1979 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പണി ആരംഭിച്ചത്.
1982 പണി പൂർത്തിയാക്കുകയും ഏപ്രിൽ 29-ാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. മുൻകാല ശ്രീലങ്കൻ പ്രസിഡന്റുമാരായിരുന്ന ജയവർദ്ധന, പ്രേമദാസ തുടങ്ങിയവരുടെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. ജെഫ്രി ബാവ ആയിരുന്നു ചീഫ് ആർക്കിടെക്റ്റ്. ജാപ്പനീസ് കമ്പനി ആയിരുന്നു നിർമ്മാണ ചുമതല വഹിച്ചത്. പാർലമെൻറ്റിലേക്ക് പോകുന്ന വഴിയെ ഞാൻ ഫോട്ടോയും വീഡിയോയും എടുത്തു പോവുകയായിരുന്നു. പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്ന ദിയാവന്ന ഓയ ഐലൻഡിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ഗേറ്റിന് സമീപം എത്തിയപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതേയുള്ളൂ. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പട്ടാളക്കാർ തോക്കും കൊണ്ട് മുന്നോട്ട് ചാടി വരികയും വീഡിയോയും ഫോട്ടോ എടുക്കാൻ പാടില്ല, ഇത് ഹൈ സെക്യൂരിറ്റി സോൺ ആണെന്നും പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നെ അപ്പം തന്നെ വെടിവെച്ചിടുമെന്ന്. ഞായറാഴ്ചയായതിനാൽ ആ ഭാഗത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അവരെ ഒന്ന് വണങ്ങി. അവർ ശാന്തരായി എന്ന് ഞാൻ മനസ്സിലാക്കി. ഉടൻ തന്നെ സെൽഫി സ്റ്റിക്കിൽ നിന്നും മൊബൈൽ വേർപെടുത്തുകയും തിരിഞ്ഞു നടക്കുകയും ചെയ്തു. കുറച്ച് അകലെ എത്തി തിരിഞ്ഞു നോക്കുമ്പോഴും അവർ എന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ പാർലമെൻറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. അതവർ കണ്ടില്ല. കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും എനിക്ക് പണി കിട്ടിയേനെ. പണി കിട്ടിയില്ലെങ്കിലും ശ്രീലങ്കൻ യാത്ര എന്നും ഓർമ്മിക്കത്തക്കതായി. ഒത്തിരി സംഭവങ്ങൾ പറയാൻ ഇനിയുമുണ്ട്, തുടർ വീഡിയോകളിൽ പറയാം. പട്ടാളക്കാരുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് നേരെ നടന്ന് ശ്രീ ജയവർദ്ധനപുര കോട്ടയിലെത്തി. അവിടെ തന്നെയുള്ള അതിമനോഹരമായ ദിയാദ ഉയാന പാർക്കിൽ കയറി. എൻട്രൻസ് ഫ്രീ ആയിരുന്നു. നല്ല ചൂടുള്ള, അതായത് കട്ട വെയിലുള്ള സമയമായിരുന്നു. കൊള്ളാം, ഇഷ്ടപ്പെട്ട. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ കൊള്ളാവുന്ന ഒരു പാർക്ക്. നടുക്ക് അവിടെ ഇവിടെ ആയിട്ട് ലേക്ക്. ഇവിടെ ചെറിയൊരു ബോട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ എന്താ പറയുക, അന്ന് സൺഡേ അല്ലായിരുന്നെങ്കിൽ തുഴയാൻ പറ്റുമായിരുന്നു. ആൾക്കാർക്ക് സവാരി ഉണ്ടായിരിക്കും തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. പിന്നെ ക്രോക്കഡൈലുണ്ട്, ബിവെയർ അല്ലെങ്കിൽ സൂക്ഷിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിൽഡ്രൻസ് പാർക്കുണ്ട്. കൊള്ളാം. അപ്പോൾ ശ്രീലങ്ക വിസിറ്റ് ചെയ്യുന്നവർ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ഈ പാർക്ക് കൂടെ വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാണാൻ നല്ല ഭംഗിയുണ്ട്. വൈകിട്ടായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. ഒക്കെ നല്ല ഭയങ്കര ചൂടാണെങ്കിൽ ഈ ഭാഗത്ത് വന്നപ്പോൾ ചെറിയ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. കാര്യം ഈ കണ്ടൽക്കാടുകളും ഈ ചെറിയ അരുവികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അരുവിയല്ലത് ലേക്കാണ്. ശ്രീ ജയവർദ്ധനപുര കോട്ടയിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ദിയാദ ഉയാന. ദിയാവന്ന ഓയയുടെ തീരത്തുള്ള കൃത്രിമമായി നിർമ്മിച്ച ചതുപ്പ് നിലത്താണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള കുളങ്ങളും കനാലുകളും വിവിധതരം പക്ഷികളുടെ സങ്കേതങ്ങളാണ്. ഏകദേശം 60 ഏക്കറോളം വിസ്തൃതിയുണ്ട് ഇവിടെ. ഇവിടുത്തെ ഈ ഒരു ബേർഡ് എന്തരം ബേർഡാണെന്ന് അറിയാമല്ല, കോഴിയെ പോലെ ഇരിക്കുന്നു. കാണാൻ രസമുണ്ട്. ആൾ വന്നപ്പോഴത്തേക്ക് ഓടുകയാണ്. ഹായ് ഹായ് എല്ലാം പറന്നു പോവുകയാണ്. ഈ കോഴി പോകുമ്പോൾ എൻ്റെ വാല്, കോഴി മീൻസ് പക്ഷി പോകുമ്പോൾ എൻ്റെ വാലൊന്ന് പൊക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൈറ്റ് എന്താ അടിയിലുള്ള വെള്ള തൂല് കാണാൻ പറ്റും. ആ വാല് താത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു സിൽവർ കളറേ കാണത്തുള്ളൂ. നടക്കുമ്പോഴൊക്കെ വാലിട്ടടിച്ചടിച്ചാണ് പോണത്. മനോഹരമായ ഒരു സ്ഥലം, കാറ്റ് കൊള്ളാൻ പറ്റിയ ഒരു സ്ഥലം, വിശ്രമിക്കാൻ പറ്റിയ ഒരു കായൽത്തീരം. ഈ ചൂട് സമയത്തും വളരെ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം. ഇവിടെ ഒരു ആമ്പൽ കുളമുണ്ട്, പക്ഷേ ഫ്ലവർ അങ്ങനെ കാണുന്നില്ല. ഒരു വെള്ള ആമ്പൽ മാത്രം അവിടെ നിൽക്കുന്നു. ഒരു പൂ മാത്രമേ ഉള്ളത്. കാണാനും രസമുണ്ട്. കൊക്കുകളും വിശ്രമിക്കുന്നുണ്ട്. ഞായറാഴ്ച ആവുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക്. ഇവിടുത്തെ ഒരുതരം പക്ഷിയാണിത്. വേറെ അങ്ങ് ഇതിനെ കണ്ടിട്ടില്ല. കൊക്കല്ല, കാക്കയല്ല. ചുണ്ടിൻ്റെ തലയുടെ ഒരു എന്താ പറയുക, ഫ്രണ്ടിൽ നല്ല കളറുണ്ട്. ഒരു മെറൂൺ കളറുണ്ട്, കറുപ്പുണ്ട്, വൈറ്റുണ്ട്. കാലുകൾ മഞ്ഞയാണ്. കൊള്ളാം, കാണാൻ കൊള്ളാം. ഒരു വെറൈറ്റി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്തരം പക്ഷിയെ. 2 എണ്ണം ഇവിടെ ഉണ്ട്. അത് നടക്കുന്നുണ്ടോ? ഇവിടെ കോമൺ ആയിട്ടുള്ളതായിരിക്കും. സൂപ്പറായിട്ടുണ്ട്. ഒരു ബോട്ടിൽ അപ്പുറം വരെ സവാരി ചെയ്ത് അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോകാമായിരുന്നു. അത്രയ്ക്ക് നല്ല കൂൾ ക്ലൈമറ്റ് ആയിരിക്കും അവിടെ. ആലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. അത് ഇല കാണുമ്പോൾ അറിയാം. ഇതെല്ലായിടത്തും അതിൻ്റെ കായൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് ശ്രീലങ്കൻ കാക്ക.
എടാ വിളി അല്ലെങ്കിൽ സംസാരം. വാ കാ കാ. നമ്മുടെ ഇന്ത്യൻ കാക്ക വിളിക്കും പോലെ തന്നെ കൊക്കുകളും അതിശയത്തോടെ നോക്കുന്നു. ആരാണ് ഈ വീഡിയോ എടുക്കുന്നതെന്നായിരിക്കും. എന്തിനു വേണ്ടി ഞങ്ങളെ പടം പിടിക്കുന്നു പെർമിഷൻ ഇല്ലാതെ. അത് പോയി. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ അത് പോയി. എല്ലാവരും ഇങ്ങനെ ആളെടുത്ത് വരുമ്പോൾ നമ്മുടെ കൊക്കാണെങ്കിൽ ആളെടുത്ത് വരുമ്പോൾ മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ നിൽക്കും. അവരെല്ലാം ചാടിപ്പോവുകയാണ്. അത് ഹോട്ടൽ വകയാണോ അതേ ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്ത് പോണതാണോ ഒന്നും അറിയാൻ വയ്യ. എന്തായാലും കൊള്ളാം. അത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു. അത് പാസഞ്ചർ വണ്ടി അല്ല, അത് പ്രൈവറ്റ് ബോട്ടാണെന്ന് തോന്നുന്നു. തൊപ്പിക്കാരന്മാരൊക്കെ ഇരിക്കുന്നു. ചില ഹോട്ടലിലെ സപ്ലയർമാർ, അവർക്കുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. $30 മിനിറ്റ് 3500 രൂപ, 45 മിനിറ്റ് 7500, 60 മിനിറ്റ് 1000 രൂപ. അതാണ് ദിയാത്മ എന്ന് പറയുന്ന ബോട്ട് സർവീസിൻ്റെ പ്രത്യേകത. അല്ല, എൻ്റെ ടൈമിംഗ് ആണത്. 350 രൂപയാണെന്ന് തോന്നുന്നു മിനിമം അഡൽറ്റിന്. കുട്ടികൾക്ക് 150 ഉള്ളതെന്ന് തോന്നുന്നു. ഇതാണ് അവിടെ ഡിപ്പാർച്ചർ ഡക്ക്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്വാൻ ബോട്ട്, പെഡൽ ബോട്ട്. ഇത് ഉടുമ്പ് എന്ന് പറയുന്ന ജീവി ആണെന്ന് തോന്നുന്നു. ഇതുപോലെ ഒരെണ്ണത്തിന് ഞാൻ പാർലമെൻറ്റ് കണ്ടിട്ട് റോഡിൽ നടന്നു വരുമ്പോഴത്തേക്കും റോഡിന് കുറുകെ പിന്നെ ചാടി 2 സൈഡിലും വെള്ളക്കെട്ടുണ്ട്. ആ ഭാഗത്തേക്ക് അങ്ങ് കാട്ടിനുള്ളിൽ മറയുകയാണ് ചെയ്തത്. വീഡിയോ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇതുപോലെ 1-2 എണ്ണം അവിടെ ഇവിടെ വെച്ചിട്ടൊക്കെ കാണുകയുണ്ടായി. ഇതിങ്ങനെ ഇര തേടി നടക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ കായലിൻ്റെ സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് കയറിയത്. നമുക്ക് അവിടെ എന്തൊക്കെ തിരയുന്നുണ്ട്. അപ്പോൾ നല്ല 33 ഡിഗ്രിയോളം ചൂടുള്ള സമയമായിരുന്നു. അപ്പോൾ വന്നിട്ടത് വെയിൽ കായാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കിൽ അതിങ്ങനെ അവിടെ നിന്ന് മാറി മാറി പോവുകയാണ്. ആളടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് മാറുന്നത്. ദൂരെ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ കിടന്നേനെ. അപ്പോൾ ആളടുത്ത് ചെല്ലുമ്പോഴത്തേക്കിൽ അത് പേടിച്ചായിരിക്കും തോന്നുന്നു അവിടെ നിന്ന് ചാടി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെട്ട് പോവുകയാണ് അത് രക്ഷപ്പെട്ട് പൊയ്ക്കോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോകാൻ പോകുന്നു. നാട്ടിലുള്ള അതേ ചെടികൾ തന്നെ, ഡൈവേഴ്സിറ്റി എല്ലാം ഒന്നും തന്നെ, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പൂച്ചെടികളും അല്ലാത്ത ചെടികളും എല്ലാം സെയിം തന്നെ. മാരുതി ഓട്ടോ കാർ നടക്കുന്നത്, ഓട്ടോ 8 ഹാൻഡ്. ഇവിടെയും നമ്മുടെ കണക്കുള്ള റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. ഇവിടെ എല്ലാം ഫുഡ് കോർട്ടെല്ലാം ഇരുന്ന് കഴിക്കാനുള്ള ഇടമാണ്.
ഇന്ന് ഉച്ചക്കലത്താണ് ബ്രൗൺ റൈസ്, ദാല്, ഇത് മാംഗോ, ദെൻ ഒരു തോരൻ സ്റ്റാർ ഫ്രൂട്ടാണെന്ന് തോന്നുന്നു, പിന്നീട് ഒരു ബീൻസ് മെഴുക്ക് വരട്ടി. ഇത്രയാണ് ഇന്നത്തെ അത്. പാത്രത്തിൽ താമര ഇലയിലാണ് തന്നേക്കുന്നത്. മാങ്ങയാണ്, നല്ല ടേസ്റ്റുണ്ട് മാങ്ങാക്കറി. എന്തരം മധുരമുണ്ട്. എന്തരം മാങ്ങക്കറിയാണെന്ന് അറിയാൻ വയ്യ. ഇതൊരു പ്രൈവറ്റ് ഹോട്ടൽ ഏരിയ ആണ്.